ഹലോ ഫ്രണ്ട്സ്, 10 രൂപേൻ്റെ ലക്സ് സോപ്പ് മണം പിടിച്ചപ്പോഴാണ് മറ്റൊരു മണം മൂക്ക് വന്ന് പെട്ടത്. നേരെ കയറി ചെന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ അമ്മ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മണത്തിൻ്റെ പൊരുളറിയാണ്ട് അമ്മേൻ്റെ അടുത്തേക്ക് ഞാനോട് ചെന്നു. നമ്മുടെ മീൻ പൊരിക്കണ ചട്ടിയിൽ വട്ടത്തിൽ മഞ്ഞ നിറത്തിൽ ആ കിടക്കണ് വെളിച്ചെണ്ണയിൽ തിളച്ചാണ്ട് ഒരപ്പം. ഇതെന്തപ്പം അത്? അപ്പൻ്റെ ഇട്ടോക്കാ കൊണ്ട് കുഞ്ഞൂസ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാട്ടിൻ പുറത്തെ ഒരു കൊച്ചു വീഡിയോ. ഞാനൊരു പെയിൻറ്ററാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സ്റ്റിക്കില്ലാത്തതുകൊണ്ട് നീളത്തിലൊരു കമ്പ് ഇട്ടിട്ട് കല്ല് വെച്ച് കയറ്റിയിരിക്കുന്നത് രാവിലെ കണ്ടൊരു കാഴ്ച, അതിനപ്പുറത്തും കാണാനുള്ളൊരു കാഴ്ച. നമുക്കൊന്ന് കണ്ടു തുടങ്ങിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. ഇന്നലെ കിട്ടല്ലേ? ഇതെന്താപ്പം അത്? ഇത് ഉറുമ്പപ്പം. അത് ഉറുമ്പപ്പം. ഇതിലേറെ ഉറുമ്പിനെ നിന്ന് ഈ അപ്പം എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോണ്? ഫുള്ള് ഉറുമ്പാണ്, ഉറുമ്പപ്പം. ഇതൊരു വെറൈറ്റി മുള്ളപ്പാണ്. ഇത് കഴിച്ചാൽ നമുക്ക് പല വിറ്റാമിനും കിട്ടും. ഉറുമ്പ് നമ്മൾ നിന്നാകും. ഒരപ്പനുണ്ടാകാത്ത ആ ഒരപ്പം തൽക്കാലം ഞാൻ അവിടെ വെച്ച് കുളി കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി കറുത്ത വരെയുള്ള വെള്ളം മുന്നോട്ട് കൊടുത്ത് നാളുകൾക്ക് ശേഷം വീട്ടിൽ നിന്നൊരു അമ്പലത്തേക്ക് പോക്ക്. ഞാൻ തനിച്ചല്ല, കൂട്ടിന് നമ്മുടെ മണിക്കുട്ടനും ഉണ്ട്. അമ്മ ഉണ്ടാക്കി വെച്ച നാടൻ വെളിച്ചെണ്ണ, പിന്നെ 10 രൂപേൻ്റെ ലക്സ് സോപ്പ്, അത് കഴിഞ്ഞൊരു കുളി. ഇതിനപ്പുറത്ത് ഒരു മേക്കപ്പില്ല, മുണ്ടും ഷർട്ടും. ഇനി നേരെ അമ്പലം. കാര്യമായിട്ട് ഞാനൊരു സ്പ്രേ പോലും യൂസ് ചെയ്യാറില്ല, ഒരു പൗഡറോ അത് തീരെയില്ല. മുടി ഒന്ന് ഒതുക്കി വെക്ക്, കണ്ണാടിയിൽ നോക്ക്. ഇതിൻ്റെ ഒരു പതിവാണ്. അമ്പലത്തിൽ പോകുന്ന തിരക്കിൽ അമ്മ ഉണ്ടാക്കണ ആ അപ്പത്തിൻ്റെ മണം മൂക്കിന് തുമ്പത്തിന്. രുചിയാണെങ്കിലോ നാവിൻ്റെ മറ്റൊരു അറ്റത്തും. എന്തായാലും നമുക്ക് തൽക്കാലം ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് പോയി വരാം. തേങ്ങ ഇട്ടോ, തേങ്ങ നല്ല ജീരകം ഇട്ടാണ്. അതെല്ലാം ഇതെടുത്തോ. ഞാൻ ഇപ്പോൾ കഴിക്കണമെന്നില്ല, അല്ല ചൂടാ. വീഡിയോ എടുക്കാനേ. അതാണ് ഇപ്പം ഉണ്ടാക്കി. അമ്മ ഉണ്ടാക്കി വെച്ച ഈ ഒരപ്പത്തിൻ്റെ ചൂട് കൈവിരലിൻ്റെ തുമ്പത്തുനിന്ന് പോയിട്ടില്ല. കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം കഴിക്കും. അമ്മയ്ക്കൊരു ടാറ്റ കൊടുത്ത് ഇനി നേരെ അമ്പലത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മണിക്കുട്ടൻ്റെ ബൈക്കിൽ നേരെ മഞ്ചേരിയിലേക്ക്, ശ്രീ കാളികാവ് ഭഗവതി ക്ഷേത്രം. സമയം ഏകദേശം ഒരു 7:15 ആയിട്ടുള്ളെങ്കിലും ചൂട് അപാരം തന്നെയായിരുന്നു. പോകുന്ന വഴിയിലെ നാട്ടിലെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഇടവണ്ണങ്ങാടി കഴിഞ്ഞു പോകുമ്പോൾ മുന്നിലതാ ഒരു കൊമ്പൻ, ഒരു KSRTC. അവന് നമ്മളെക്കാട്ടിൽ സ്പീഡാണ്. കുറച്ചു നേരം അവൻ്റെ പിന്നാലെ ചെന്നതിന് ശേഷം നമ്മൾ പമ്പിലൊന്ന് കയറി. നമ്മൾ അവനെ ഓവർടേക്ക് ചെയ്യാൻ നിന്ന് നമ്മൾ നെട്ടോട്ടോടും. അതുകൊണ്ട് നേരെ പമ്പക്കങ്ങോട്ട് വെച്ച് പിടിച്ച്. ദാഹം തീർക്കാൻ 2 സ്കൂട്ടിക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ബൈക്കായി മൂന്നാമത്തെ. പമ്പെന്ന് മൊബൈൽ എടുക്കാൻ പാടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ആ സ്കൂട്ടിയത്തെ ചെക്കന് എന്നെ തുറച്ച് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ.
എന്തായാലും നമ്മുടെ ബൈക്കിൻ്റെ വയറൊക്കെ നിറച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. സൂര്യൻ്റെ ചൂട് നേരത്തെ വരവ് അറിയിച്ചിരുന്നു. അങ്ങനെ മഞ്ചേരി നെല്ലിപ്പറമ്പ് എത്തി നേരെ അമ്പലത്തേക്കുള്ള പോക്കറ്റ് റോഡ്ക്ക് കയറി. ഈ ഒരു സമയത്തായിരുന്നു ഞാനൊരു കാര്യം ഓർത്തത്. ഇതിൻ്റെ തലേനാൾ ഞാൻ എൻ്റെ ചെങ്ങായിനെ കാണാൻ വേണ്ടിയിട്ട് മഞ്ചേരി ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ വിഷു ആയി തുടങ്ങി. നമ്മുടെ കണിക്കൊന്ന പൂത്ത് നിൽക്കുക, ഒരു ഇല പോലും ഇല്ല. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെടിയും കൊണ്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഈ ഒരു വീടേക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഒരു ഇല പോലും ഇല്ലാത്ത മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. എന്തായാലും അത് സഫലമായി. ഇനി കാണാൻ പോകുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള മനോഹരമായിട്ടുള്ളൊരു പാടം, കൂട്ടിന് കുറച്ച് തെങ്ങും കവുങ്ങും. എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് ദിവസം. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. അങ്ങനെ നമ്മുടെ മണിക്കുട്ടനെ എന്നെ അവിടെ ആക്കിയിട്ട് പോയി. മാമൻ്റെ മകളെ കൊണ്ട് വരാനാണ്. അപ്പോൾ അവളും അമ്പലത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവളെ കൊണ്ടുവരാൻ തുടക്കത്തിൽ പോവാണ്. എന്തായാലും അവർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണും. അങ്ങനെ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്ത് കൊണ്ട് ഇരുന്നപ്പോഴാണ് ഒരു പോസ്റ്റർ കണ്ടത്. നേരെ അതിലേക്ക് എൻ്റെ കണ്ണങ്ങട്ട് പതിപ്പിച്ചു. തുടക്കത്തിൽ ഞാനൊന്ന് വായിച്ചു: ശ്രീകോവിൽ ചുറ്റമ്പലം പുനരുദ്ധാരണവും നവീകരണ കലശവും. നമ്മുടെ ഈ ഏട്ടൻ്റെ ഒരു സഹകരണവും. അവരെ കാത്തിരിക്കണം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. വെയിലിനല്ല അത്യാവശ്യം ചൂടുമുണ്ട്. അമ്പലത്തിലെ തിരക്കായി തുടങ്ങി. ഒരുപാട് വഴിപാടുകൾ ഇല്ലേ അമ്പലം തന്നെ ആട്ടത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ശിവക്ഷേത്രം കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് കാണാം. ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ശിവക്ഷേത്രത്തിൽ കൂടി പോകണമെന്നാണ് പറയാറ്. മണിക്കൂട്ടിനെ കാത്തുനിന്ന് അവസാനം ഞാൻ അമ്പലത്തിന് അകത്ത് കയറിയിരിക്കുകയാണ്. ചില അമ്പലത്തിൽ നമ്മുടെ ഈ മൊബൈൽ ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറി വീഡിയോ എടുക്കുന്നത്. മണിക്കൂട്ടിൻ്റെ അമ്പലത്തേക്ക് കയറിയൊന്നും പോലും അറിയില്ല, വന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് തൊഴുത് പുറത്തിറങ്ങാം. അമ്പലത്തിലൊക്കെ കയറി തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇതാ വരുന്നു നമ്മുടെ മണിക്കൂട്ടിനും ശ്രീകുട്ടിയും. 3 പേര് അവിടെ നിന്നൊരു സെൽഫി ഒക്കെ എടുത്തു. അവനവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. നമുക്ക് നേരെ ഇനി നമ്മുടെ ശിവക്ഷേത്രം ഒന്ന് കാണാം. അവനവളെ അവിടെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരെ ശിവക്ഷേത്രത്തേക്ക് പോവാണ്. മഞ്ചേരി ശ്രീ ഭഗവതി കാളികാവ് ക്ഷേത്രത്തിൽ നിന്ന് വിട പറയാണ്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ശിവഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നടന്ന് പോവാണ്. അത്യാവശ്യം വെയിലുണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് കുറേ ആയിട്ടുണ്ട് ഞാൻ. അപ്പോൾ വന്നപ്പം ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശത്തിൽ വന്നതാണ്. നമ്മുടെ ഇവിടെ ബോർഡുണ്ട്, ഭഗവതി ക്ഷേത്രം, ശിവക്ഷേത്രം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒന്ന് കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് തൊട്ട് മുന്നിലായിട്ട് ഒരു കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. ശ്രീ മുകുതാമണ്ണ് ശിവക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തേക്ക് കടന്നു കഴിഞ്ഞാൽ 2 ഭാഗത്തും മതിലാണ്. ഇവിടെ അധികം തിരക്കൊന്നുമില്ല. ഒരു കൊച്ചു ക്ഷേത്രം.
നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതൊന്ന് പോന്നു. നല്ലത് വരുത്തട്ടെ. മണിക്കുട്ടനെ കാത്ത് കുറച്ചേരം ഞാനവിടെ നിന്നു. അവനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കിട്ടണില്ല. എന്തായാലും വീട്ടിലേക്ക് ഇനി വെച്ച് പിടിക്കാമെന്നുണ്ട് വിചാരിച്ചു. വീട്ടിലേക്കുള്ള മടക്കത്തിലെ ചില കാഴ്ചകൾ. ഇനി നേരെ നമ്മുടെ നെല്ലിപ്പറമ്പ് മഞ്ചേരി അരികോട് റൂട്ടിക്ക് എത്തുന്ന വഴിയാണ് ഇത്. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത ഒരു വീടാണ്. ഇവിടെ മഞ്ചേരി ഒരുപാട് പെയിൻറ്റ് വർക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനല്ല, അവിടെ എൻ്റെ ഒരു മുതലാളിയുണ്ട്, മൂപ്പരെ കൂടെ എടുത്തിട്ടുണ്ട്. ഈ റൂട്ടിലും രണ്ട് ഭാഗത്തായിട്ട് വെട്ടലുകൊണ്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. പഴയ ഒരു പടവാണ്, പഴയ കാലത്ത് ഇന്നോ പടത്താണ്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പടവിന് ഒരു കുഴപ്പവും ഇതുവരെ പറ്റിയിട്ടുമില്ല. മണ്ണിലാണ് പടത്തിരിക്കുന്നത്. പഴകുന്തോറും വീര്യം കൂടുന്ന പറയാറ് മണ്ണ് പടത്ത. നിലമ്പൂരിലേക്കുള്ള ബസ് കാത്തുക്കാണ്. നിലമ്പൂർ എടവണ്ണ നിലമ്പൂർ റൂട്ട്. നല്ല പൊരി വെയിലാട്ടോ, ഒരു രക്ഷയില്ല. നോമ്പ് കാലമായതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ്. ഒടുവിൽ ബസ് വന്നു. ബസ്സിൽ കയറി. നല്ല സീറ്റുകളുമുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുമില്ല. വിശാലമായിട്ടുള്ള ഒരു ബസ് യാത്ര. യാത്രക്കിടെ ചെറുതായിട്ടൊന്ന് മയങ്ങി. ഫോണ് താഴെ വീണു. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. എപ്പോഴും ഉറങ്ങിയിരിക്കുന്ന അറിയില്ല, ഇപ്പോഴും ഉറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫോണിൻ്റെ ക്യാമറ ഓണായിരുന്നു. അങ്ങനെ ഇടവണ്ണ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. ദേ നിൽക്കണു ഒതേക്കുള്ള ബസ്. ഒന്നും നോക്കിയില്ല, അതിലേക്കങ്ങോട്ട് ചാടിക്കയറി ഞാൻ. ഇവിടുന്ന് എടവണ്ണങ്ങാടിയിൽ നിന്ന് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 80 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒതായ വഴി പുഴ കടന്ന് പോവുകയാണെങ്കിൽ ഒരു 30 രൂപ ആവുള്ളൂ. അതുകൊണ്ട് ഈ ബസ് കയറിയിട്ട് നമ്മൾ നേരെ ഇനി ഒതായി അങ്ങാടിയിലേക്ക്. ഞാനിപ്പം എടവണ്ണ ഉദായ് ചാത്തിലൂർ ബസ്സിലാണ് കയറിയിരിക്കുന്നത്. ഇവിടുന്ന് അരികോട്ടുക്കും പോവാം. ഇവിടെ ബസ് ഇറങ്ങിയപ്പോഴും മനസ്സിൽ ഒരൊറ്റ ചിന്ത ഉള്ളായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കിയ ആ അപ്പം അത് ചെന്നിട്ട് ഉടനെ കഴിക്കണം, വിശപ്പുണ്ട്. തൽക്കാലം ഞാൻ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് ഒരു 5 രൂപേൻ്റെ ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചു. ഇവിടെ തന്നെയാണ് നമ്മുടെ റേഷൻ കട ഉള്ളത്. ഇത് ഇവിടുത്തെ ഒരു വായനശാലയാണ്. അപ്പോൾ പേപ്പറൊക്കെ ഒന്ന് നോക്കി പോകാമെന്ന് വെച്ചിട്ട് കയറുകയാണ്. ഇവിടെ വായനശാലൻ്റെ മുറ്റത്തൊക്കെ ചെറിയ കല്ലുകൾ നിരത്തിയിട്ടുണ്ട്. ഇരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷെഡും കെട്ടിയിട്ടുണ്ട്. ചെന്ന് വിട്ടത് നമ്മുടെ മനോരമ പത്രത്തിന് മുന്നിലും. മറിച്ച് നോക്കുമ്പോഴോ ആദ്യം തന്നെ കണ്ടപ്പോൾ ഫസ്റ്റ് ഹെഡിങ്ങനെ കണ്ടപ്പോൾ അന്തം വിട്ടു. മുഴുവൻ പത്രവും വായിച്ചു തീർക്കണം എന്ന് കരുതിയിട്ട് ഒരാളും കൂടി അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്.
എന്തായാലും ആ ഫസ്റ്റ് ഹെഡിങ്ങിൽ വാർത്ത അറിയാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്നിട്ട് വായിക്കാൻ തുടങ്ങി. പത്രവായന കഴിഞ്ഞിട്ട് നേരെ പുഴ. ഇനി നമ്മുടെ തുണിക്കാരനെ കുറച്ച് നേരം ഇവിടെ കാത്തിരിക്കണം. നമ്മളിപ്പോൾ ഒരു വെയിലത്തെ കാത്തുക്കണം മൂപ്പരെ ഉണ്ടോ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ മുമ്പേ വിളിക്കണ്ടേന്ന് എന്നാ എത്തിന്ന്. ചിലപ്പോൾ ഒരു മണിക്കൂറോടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും ഈ വെയിലത്ത്. നമ്മളെ തോണിക്കാരനെ കാത്ത് നിൽക്കുകയാണ് 10 മിനിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂറാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. കടത്തുകാരനെ കാത്തിരിക്കുന്ന സമയത്താണ് ഞാൻ മറ്റൊരു കാഴ്ച കാണുന്നത്. നമ്മുടെ ജലനിധിൻ്റെ പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച. ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ മക്കളും കൊറ്റി. വിശന്നിരിക്കണ ഈ സമയത്ത് ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇവരങ്ങോട്ട് വെറുതെ വിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന കാട്ടത്തെ ചെറിയൊരു പഴം, നല്ല രുചിയുള്ളൊരു പഴമാണ്. പഴുത്താൽ ഈ ജലനിധീൻ്റെ വാൾവ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം വെള്ളവും കിട്ടുന്നു കേട്ടോ. ഈ ചുട്ടുപൊരിയണ വേനൽക്കാലത്ത് കഴിച്ചു നോക്കിയപ്പം ഒടുക്കത്തെ നല്ല മധുരമുള്ള പഴം. ഇതിൻ്റെ പേര് മക്കളും കുറ്റി എന്ന് പറയാറ്. അപ്പം ഇതിന് മറ്റൊരു പേരുണ്ടോയെന്ന് അത് എനിക്കറിയില്ല. എന്നാലും ഞാൻ കേട്ട പേരാണ് ഞാൻ പറയണത്. ഇവിടെ ഇങ്ങനെ ഈ വെള്ളം കിട്ടുന്നുണ്ടാവാൻ ചിലപ്പോൾ ഇവരിങ്ങനെ ഉണ്ടാവണത്, അല്ലെങ്കിൽ ഈ ഒരു വെയിലത്ത് ഇങ്ങനെ ഈ ചൂടത്ത് ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. എന്തൊക്കെയായാലും ഇതുമെന്ന് കുറച്ച് പഴം പറിച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയായിരുന്നു ഇതിന്. തുണിക്കാരൻ നമ്മൾ കാത്തിരിക്കുകയാണ്. തുണിക്കാരൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഫോണിലാണ് ചാർജില്ല. തൽക്കാലം നമുക്കിനി വീട്ടിൽ വെച്ചിട്ട് കാണാം. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മ ഇതായിരിക്കണം കൊലയിൽ. നല്ല ഉള്ളെത്തുമ്പോൾ കൊണ്ട് ഉപ്പേരുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അമ്പലത്തേക്ക് പോയപ്പം തിന്നാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഞാൻ നേരെ ചെന്നങ്ങോട്ട് തീർത്തു. എനിക്ക് വേണ്ടി മാറ്റിവെച്ച ആ അപ്പത്തിനോട് നല്ല മധുരമില്ലാത്ത കട്ടൻ ചായയും മധുരമുള്ള അപ്പവും വയറങ്ങനെ നിറച്ചു. ഞാൻ ആദ്യം നോക്കിയത് ഉറുമ്പ് ഉണ്ടോയെന്ന്. സമാധാനം, ഉറുമ്പ് ഇല്ലാത്ത അപ്പം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പിടിയിട്ടില്ലേ, ഇന്നത്തെ ഉച്ചക്കുള്ള സ്പെഷ്യലാണ് ഉള്ളിത്തോമ്പ് കൊണ്ടുള്ള ഉപ്പേരി. നമുക്ക് വീണ്ടും കാണാം.